നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ശ്രീനാരായണ ഗുരുദേവന് നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുഭ്യോ നമ, ഗണേശായ നമ, സരസ്വതിയെ നമ. അപ്പോൾ ഇന്ന് നമ്മൾ നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ ഒരു പദ്യം നോക്കാം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് മാത്രമേ നമ്മൾക്ക് ശരിക്കും പഠിക്കാനുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ ജീവിതം ധന്യമാകും. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ മനുഷ്യൻ ആണ് എല്ലാം, പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ജീവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. മനുഷ്യനൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. ആ മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു നിസ്സാരമായിട്ടുള്ള ആ ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ ആ മനുഷ്യന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും കഴിവുള്ള ഒരാളായിട്ടും മാറാം. അതും നമുക്കിതിൻ്റെ കൂടെ പറയേണ്ടതാണ്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് ദൈവദശകത്തിൽ നാരായണ ഗുരുദേവൻ പറയുന്നത്, എല്ലാം സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഈ പ്രപഞ്ചം കാണുന്നില്ലേ, ഇത് മുഴുവനും ഭഗവാൻ തന്നെയാണ്. സൃഷ്ടിയും ഭഗവാനാണ്, സൃഷ്ടിജാലം ആ സൃഷ്ടിച്ച് എന്താണോ സൃഷ്ടിച്ചത് അതും ഭഗവാനാണ്. ഇനി ആ സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആരാണോ സൃഷ്ടിച്ചത് അതും ഭഗവാനാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് എഴുതി വച്ചിരിക്കുന്നത്, ഒരു എട്ടുകാലി അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു നൂല്, ഒരു പശ ഉപയോഗിച്ചിട്ടാണ് അത് വല നെയ്യുന്നത്. അതിൻ്റെ ആ വല എന്ന് പറയുന്ന വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അപ്പോൾ അതിന് ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ, അപ്പോൾ അതാണ് ആ കണക്കൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ആ വല എട്ടുകാലി ഉണ്ടാക്കുന്ന ആ വല നമ്മൾ കണ്ടാൽ അറിയാം. അത് ചിലന്തി, ആ ചിലന്തിയുടെ വലയിൽ അത് ഉണ്ടാക്കുന്ന വലയ്ക്ക് വേണ്ട സാധനം അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. അതുപയോഗിച്ച് അത് വല നിർമ്മിക്കുന്നു, അതിൽ ഇരുന്നത് കളിക്കുന്നു, അവസാനം ഇതിനെ തൻ്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച് വലിച്ചെടുക്കുന്നു. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെ ചിലന്തിയുടെ വലയെക്കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുക. ഇതുപോലെയാണ് ഭഗവാൻ തൻ്റെ സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ പ്രപഞ്ചത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഭഗവാനിൽ തന്നെ ഈ സൃഷ്ടിയൊക്കെ ലയിച്ച് ചേരുകയും ചെയ്യും. അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത്. ഇത് മനസ്സിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ പരമേശ്വരൻ, സാക്ഷാൽ പരമേശ്വരൻ, വിഷ്ണു ഭഗവാൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു സങ്കല്പം ഉണ്ടെങ്കിലേ സൃഷ്ടി നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് എന്നും, പിന്നെ ആ സങ്കല്പം അത് അവസാനിക്കുമ്പോൾ നമ്മൾ പറയും എല്ലാം പ്രളയത്തിൽ ലയിച്ചു അവസാനിച്ചു എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല. ഇപ്പോൾ ഇതിനെ നമുക്കൊരു സ്വപ്നത്തോട് ഉപമിക്കാം. ഒരു സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം ഒരു സങ്കല്പമാണ്. അവിടെ യഥാർത്ഥത്തിലൊന്നുമില്ലല്ലോ. പക്ഷേ എന്നാൽ സ്വപ്നം കാണുമ്പോൾ എല്ലാം ഉള്ളതായിട്ട് തോന്നും. അപ്പോൾ ആ സ്വപ്നത്തിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. ലോകം കാണുന്നു, വലിയ വലിയ പിന്നെ വീടുകൾ കാണുന്നു. അപ്പോൾ അവിടെ വീടുണ്ടോ? എന്നാലില്ല. എന്നാൽ സ്വപ്നം കാണുമ്പോൾ, എന്നാൽ നമുക്കതൊരു അനുഭവത്തിൽ വരുമ്പോൾ വീട് അവിടെ ഉണ്ട്.
എന്നാൽ സ്വപ്നം കഴിയുമ്പോൾ ആ വീടില്ല. അപ്പോൾ ഇതുപോലെയാണ് ഈ സൃഷ്ടിയൊക്കെ തന്നെ. ഇതൊരു മായയാണ് ശരിക്കും. പക്ഷെ എന്നാൽ മായയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെല്ലാം അതിൻ്റെ ആ ഒരു തത്വം അറിഞ്ഞുകൊണ്ട് ഇത് എല്ലാം ഭഗവാന്റെ ഒരു മായയാണ് ഈ ലോകം എന്ന് നമ്മൾ അറിഞ്ഞ് ആ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ജീവിക്കാൻ. പിന്നെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് ഋഷീസ്, അതായത് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഋഷീസ്, അവരൊക്കെ അവരുടെ ഒരു സെർച്ച്, അതായത് സത്യ അന്വേഷണത്തിൻ്റെ ആ ഒരു പാതയിലൂടെ കിട്ടിയ അനുഭവങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. അതാണ് പല കൃതികളായിട്ട് നമുക്കുള്ളത്. അപ്പോൾ എന്തിനതെല്ലാം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ നമുക്ക് ജീവിതം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മുടെ ജീവിതം വളരെ സംഘർഷഭരിതവും വിഷമമുള്ളതാക്കണോ അല്ല നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ ലൈറ്റ് ആവണം. എന്തായാലും നമുക്ക് ജീവിക്കാം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല, പക്ഷെ നമ്മൾ വന്നു. പക്ഷെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ നല്ലതാക്കി മാറ്റി അതിനെ ശ്രേഷ്ഠമാക്കണം. അങ്ങനെ ആക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ മഹാന്മാരായ നാരായണ ഗുരുദേവനെ പോലെയും ഉള്ള ഒരുപാട് ആചാര്യന്മാരുണ്ട്. രമണ മഹർഷി, അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, പിന്നെ സ്വാമി വിവേകാനന്ദൻ, അവരൊക്കെ ഒരുപാട് നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഭാഗവതത്തിലെ ആ ഒരു 3-ാമത്തെ സ്കന്ധത്തിലാണ് സൃഷ്ടിയെക്കുറിച്ച് വർണ്ണനയുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർണ്ണന, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പല കമ്മലുകൾ, മാല, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ പക്ഷേ എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണമാണ്. അപ്പോൾ അതെല്ലാം ഉരുക്കിയാൽ അത് വീണ്ടും സ്വർണ്ണമായിട്ട് മാറും. അതുപോലെ എല്ലാം പലതായിട്ട് കാണുന്നത് അതിൻ്റെ സത്ത എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അതാണ് സ്വർണം. പല ആഭരണങ്ങളായിട്ട് പല രൂപങ്ങളിൽ സ്വർണം മാറ്റിയെടുക്കപ്പെടുമ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർണ്ണം എന്ന് പറയുന്ന ആ ഒരു സത്തയാണ് അവിടെ സ്ഥിരമായിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു ബീച്ച് സൈഡിൽ പോയാൽ ധാരാളം തിരമാലകളും പതഞ്ഞ് പൊന്തുന്ന നുരയും പതയുമായിട്ടുള്ള ആ തിരയും ആ തിരമാലകളുടെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോഴും അവസാനം കുറേ കഴിയുമ്പോൾ ഈ ഓരോ തിരമാലകളും ആ ഒരു സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാം സൃഷ്ടിച്ചത് സമുദ്രം എന്ന് പറയുന്നത് ഭഗവാനാണെങ്കിൽ അതിൽ നിന്ന് വരുന്നതാണ് തിരമാലകളും അതുപോലെ നുരയും പതയും ഒക്കെ. അപ്പോൾ ഇതെല്ലാം അവസാനം ലയിക്കുന്നത് ആ ഒരു സമുദ്രത്തിൽ തന്നെയാണ്. അതിൻ്റെ അഗാധതയിലേക്ക് ഇത് ഓരോന്നും അലിഞ്ഞു ചേരുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഇവിടെ കാണുന്ന സൃഷ്ടിയും എല്ലാം തന്നെ അവസാനം ഭഗവാനിൽ തന്നെയാണ് എത്തേണ്ടത്. അതാണ് നമ്മളുടെ ആ ഒരു സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സൃഷ്ടി ഭഗവാനിൽ നിന്ന് വന്ന സൃഷ്ടി ഇവിടെ നിലനിന്ന് അവസാനം ലയിച്ചു ചേരും. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സൃഷ്ടികളാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മൾ കുറേ കാലം ജീവിച്ചു, നമ്മുടെ കുറേ കർത്തവ്യങ്ങൾ നിറവേറ്റി, അവസാനം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ആ ലയിക്കുമ്പോൾ അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരുന്നു? നമ്മൾ വന്നവിടെ നിന്ന് എവിടെ നിന്നാണോ അവിടെ തന്നെ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് അദ്വൈത ഭാവം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് ആ ഒരു ഭാവത്തെ അറിഞ്ഞാൽ പിന്നെ ജീവിതം കുറച്ച് എളുപ്പമാവും. അദ്വൈത ഭാവം അതാണ് ശങ്കരാചാര്യരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം. അദ്വൈത സിദ്ധാന്തമാണ്. കാരണം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം രണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ നിന്നാണ്. രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എന്നുള്ള ഒരു ഭാവം വരുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുഃഖങ്ങൾക്കും അടിസ്ഥാനം.
അപ്പോൾ ആ രണ്ട് എന്നുള്ളൊരു ഭാവം ഇല്ലാതെ ഒന്ന് എന്നുള്ളൊരു ഭാവം, ഒന്ന് എന്നുള്ള ഭാവം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് തത്വങ്ങളുണ്ട്. ഒന്ന് എന്നുള്ള ഭാവം എന്ന് പറയുമ്പോൾ എല്ലാം ഭഗവാനാണ്, ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ് എന്നുള്ള ഒരു അറിവ്, ആ ഒരു ജ്ഞാനമാണ് നമ്മൾ നേടേണ്ടത്. അപ്പോൾ ആ ജ്ഞാനം എങ്ങനെ നേടാം? അതിനാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. ആ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഇതെന്താണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു അറിവ് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മുടെ ജീവിതം എളുപ്പമുള്ളതാവും. അപ്പോൾ എന്തിനാണ് അതെല്ലാം വായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സാധാരണ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്കൊരു ജീവിതം കിട്ടുന്നുണ്ടല്ലോ, ഈ ജീവിതം എത്രത്തോളം സംഘർഷഭരിതമാണെന്ന് നമുക്ക് ഓരോ ദിവസവും മനസ്സിലാവും. കാരണം നമ്മളൊരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷവും. അപ്പോൾ ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം? നമ്മുടെ യുവാക്കളും ഒക്കെ എല്ലാം ഇത് പഠിച്ചാൽ എളുപ്പമാണ്. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജീവിതം എളുപ്പമായി തോന്നും. അതിനാണ് നമ്മൾ മഹാന്മാരുടെ പാത പിന്തുടരണം എന്ന് പറയുന്നത്. ഒരു ആചാര്യൻ നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടെങ്കിൽ, ഒരു ആചാര്യനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം കുറച്ചുകൂടെ എളുപ്പമുള്ളതാവും. അപ്പോൾ നാരായണ ഗുരുദേവനെ പോലെ മഹാന്മാർ നമുക്ക് വഴികാട്ടികളായിട്ട് മുമ്പിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഗുരുദേവൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് ഇന്ന് നമ്മൾ കാണുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മനുഷ്യൻ അജ്ഞാനത്തിലുമായിരുന്നു, വിദ്യാഭ്യാസപരമായിട്ട് വളരെ പുറകിലായിരുന്നു. അപ്പോൾ ഗുരുദേവൻ നിർദ്ദേശിച്ചത് ലളിതമായ ജീവിതം നിർദ്ദേശിച്ചു. അതിന് പുറമെ അറിവ് നേടുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്, വിദ്യാഭ്യാസം നേടുക. ചിന്മയാനന്ദ സ്വാമികളും ഒക്കെ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, അതായത് ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനങ്ങൾ ലഭിക്കും. ജ്ഞാനമുണ്ടെങ്കിൽ അതിലൂടെ ഭക്തിയും വൈരാഗ്യവും നേടാൻ കഴിയുകയും ജീവിതം എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം എന്ന് മനസ്സിലാവുകയും ജീവിതം കുറച്ചും കൂടെ എളുപ്പമുള്ളതാവുകയും ചെയ്യും. അപ്പോൾ എന്തിന് മഹാന്മാരെ കുറിച്ച് എന്തിനാണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ മഹാന്മാരെ അറിയേണ്ടത്. കാരണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ എളുപ്പമുള്ളതായിട്ട് മാറും. അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പോൾ നമ്മുടെ യുവാക്കളും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം പ്രായമായവർക്കാണ് ഈ സ്പിരിച്വലായിട്ടുള്ള അറിവ് ഒക്കെ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രായമായവർക്കല്ല, കുട്ടികളായിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അറിവുകൾ തുടങ്ങേണ്ടത്. കാരണം അങ്ങനെ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ കുറച്ചുകൂടെ വലുതായിട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ജീവിക്കണമെന്ന്. അവർക്ക് വഴികാട്ടികളായിട്ട് ആ ഗുരുക്കന്മാർ വഴികാട്ടികളായിട്ടുണ്ടാവുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുകയും അവരിലുള്ള ആ ഒരു കഴിവുകൾ ഉണർത്താനുള്ള വഴികൾ ഈ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കലും വായിക്കാം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പം ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒരു എന്താ പറയുക ഡിസ്കഷൻ ഗുരുദേവന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം.